ചർച്ചകളിലെങ്ങും ഉയർന്നു കേൾക്കാത്ത ഒരു പേര് രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ ബിജെപി ഉന്നം വയ്ക്കുന്നത് എന്താണ്? രാഷ്ട്രീയത്തിന് അതീതമാവണം രാഷ്ട്രപതി. ഇവിടെ ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാകുന്നുവോ? രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനും നിരക്കാത്ത തന്ത്രങ്ങളോ? രാംനാഥ് കോവിന്ദിലൂടെ ബിജെപി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ബീഹാർ ഗവർണറായ രാംനാഥ് കോവിന്ദ് NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാണ്. ബിജെപിയുടെ ദളിത് മോർച്ച അധ്യക്ഷനും രാജ്യസഭാംഗവുമായിരുന്നു ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയായ കോവിന്ദ്. രാംനാഥ് കോവിന്റേത് RSS രാഷ്ട്രീയം തന്നെയാണെന്നും വ്യാഴാഴ്ച ചേർന്ന യോഗത്തിൽ വെച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും CPIM പ്രതികരിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി BJP ദളിത് മോർച്ചയുടെ നേതാവ് മാത്രമാണെന്നും രാജ്യത്ത് വേറെയും പ്രമുഖരായ ദളിത് നേതാക്കളുണ്ടെന്ന് തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും പ്രതികരിച്ചു. രാഷ്ട്രീയക്കാരനല്ലാത്ത ദളിത് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കൂടുതൽ ഉചിതമാകുമായിരുന്നുവെന്ന് BSP നേതാവ് മായാവതിയും പറഞ്ഞു. ഏതായാലും ഇതുവരെയും ചർച്ചകളിൽ ഉയർന്നു കേൾക്കാത്ത രാംനാഥ് കോവിന്ദിന്റെ പേര് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു എന്നുള്ളതിടത്താണ് BJP എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന ചർച്ച ഉയർന്നു വരുന്നത്. ഈ ചർച്ചയിൽ പങ്കുചേർന്ന് നമ്മോടൊപ്പം സംസാരിക്കാനായി ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും തത്സമയം ശ്രീ ഭാസ്കരേന്ദ്ര ബാബു ചേരും. ഒപ്പം തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ പ്രൊഫസർ ഗോപിനാഥൻ സാറുണ്ട്. ഒപ്പം ശ്രീ C ശിവൻകുട്ടി ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നതാണ്. ദില്ലിയിൽ നിന്നും ശ്രീ ഹസനുൽ ബന്നയും നമ്മോടൊപ്പം ചർച്ചയിൽ തത്സമയം ജോയിൻ ചെയ്യും. ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഹസനുൽ ബന്ന, കുറേ ദിവസങ്ങളായി നമുക്കറിയാം പല ചർച്ചകളിലായാലും പല തർക്കങ്ങളിലൂടെ ആയാലും ഒക്കെ തന്നെയും സജീവമായി നിൽക്കുകയാണ് NDAയുടെ ഈ രാഷ്ട്രപതി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഇതുവരെയും ഫ്രെയിമിലില്ലാത്ത ഒരാൾ NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുന്നു. അതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. അത് ഇതിനു മുൻപ് നമുക്കറിയാം, സ്വാഭാവികമായും ഓരോ ഭരണ സമയത്തും രാഷ്ട്രപതിയെ നിശ്ചയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നുള്ളത് അതത് പാർട്ടികൾക്ക് അല്ലെങ്കിൽ അതത് മുന്നണികൾക്ക് പൂർണ്ണമായും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സ്വാഭാവികതയായി കാണാനാകുമോ ഈ ഒരു രാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം? ശ്രീ ഹസനുൽ ബന്ന. തീർച്ചയായും രാഷ്ട്രപതി പ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ BJP കൈക്കൊണ്ടിട്ടുള്ള നിലപാട് വളരെ ഏകപക്ഷീയമായ തരത്തിലുള്ളതാണെന്നൊരാക്ഷേപം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായി. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അധികാരമേറിയ ശേഷം അമിത്ഷാ BJP അധ്യക്ഷ സ്ഥാനത്തെത്തുകയും ചെയ്ത ശേഷം ഒരിക്കലും സുതാര്യമായ തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് പാർട്ടി ഭാവിയിലെടുക്കുന്ന തീരുമാനങ്ങൾ സംബന്ധിച്ച എന്തെങ്കിലും സൂചന ഏതെങ്കിലും കക്ഷികൾക്കോ ഈ BJPയിലെ തന്നെ മറ്റു നേതാക്കൾക്കോ ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പിന്നെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ BJPയെ വിശ്വാസത്തിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. നാം വായിച്ചതാണ്, നിരവധി വാർത്തകൾ നാം വായിച്ചതാണ് പല രാഷ്ട്രപതി സ്ഥാനാർത്ഥികളെക്കുറിച്ച്. തൃണമൂൽ കോൺഗ്രസ് നിർദ്ദേശിച്ച പോലെ സുഷമ സ്വരാജ്, അതുപോലെ തന്നെ ശിവസേന നിർദ്ദേശിച്ച പോലെ സ്വാമിനാഥൻ, ഇവരാരും നിർദ്ദേശിക്കാതെ തന്നെ E ശ്രീധരൻ, പിന്നെ അതുപോലെ നേരത്തെ മോഹൻ ഭഗവത്, ഇങ്ങനെ തുടങ്ങി കുറേ പേരുകൾ അന്തരീക്ഷത്തിൽ നാം പറഞ്ഞു കേൾക്കുമ്പോഴും മോദിയോ അമിത്ഷായോ ഒരിക്കലും BJP സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരു തരത്തിലുള്ള സൂചനയും നൽകിയിരുന്നില്ല. BJPയുടെ സ്ട്രാറ്റജിയെ ഏറ്റവും ഗോപ്യമാക്കി വെക്കുകയും രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നതിൽ അവരിരുവരും വിജയിച്ചു എന്ന് വേണം ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നാം വിലയിരുത്തേണ്ടത്. അതുകൊണ്ടാണ് ഒരു ദലിത് മുഖത്തെ അവതരിപ്പിച്ചപ്പോൾ, യഥാർത്ഥത്തിൽ സംഘ് പരിവാർ നേതാവായ ഒരു ദലിത് സ്ഥാനാർത്ഥിയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ബീഹാർ ഗവർണറാണ്. നേരത്തെ BJPയുടെ 2 തവണ BJPയുടെ രാജ്യസഭാ MP ആയിരുന്നു. BJPയുടെ പട്ടികജാതി മോർച്ചയുടെ പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ കോലി വിഭാഗത്തെ, ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന കോലി സമുദായത്തെ സംഘപരിവാറിനോട് അടുപ്പിക്കാനുള്ള അഖില ഭാരതീയ കോലി സമാജിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ തരത്തിലുള്ള ഒരു ദലിത് നേതാവിനെ, BJPയുമായി ബന്ധമുള്ള ഒരു ദലിത് നേതാവിനെ ഉയർത്തി കാണിച്ചപ്പോഴേക്ക് പ്രതിപക്ഷത്തെ ചില കക്ഷികളിലെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മായാവതിയുടെ പ്രതികരണത്തിൽ നിന്ന്, നിതീഷ് കുമാറിൻ്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ ഈ തരത്തിലുള്ള ഒരു ചെറിയ ആശയക്കുഴപ്പം നമുക്ക് കാണാൻ കഴിയും. ഈ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഇത്രയും രഹസ്യമായ രീതിയിൽ സ്ഥാനാർത്ഥികളുടെ പേര് പറയാതെ പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ചയ്ക്ക് BJP പോയത്. അന്ന് തന്നെ CPMഉം കോൺഗ്രസും ഇതിനെ ചോദ്യം ചെയ്തിരുന്നു. ആ ചർച്ചയോടുകൂടി തന്നെ ആദ്യം BJP നടത്തിയ നീക്കങ്ങൾ പ്രഹസനമാണെന്ന് വ്യക്തമായിരുന്നു. സത്യത്തിൽ അമിത്ഷായും മോദിയും രാജ്നാഥ്, വെങ്കയ്യ നായിഡു, അതുപോലെ തന്നെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയ
മുതിർന്ന BJPയുടെ കേന്ദ്രമന്ത്രിമാരെ പോലും ഇറക്കി BJP ഇറക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് യഥാർത്ഥത്തിൽ ഒരു മറ സൃഷ്ടിക്കുകയാണ് നേരത്തെ നടത്തിയ ചർച്ചയിലൂടെ ചെയ്തത്. ഇതിനിടയിൽ തങ്ങൾക്ക് വോട്ട് ലഭിക്കേണ്ട കക്ഷികളെ ഇവർ പാട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ അധികാരം ഉപയോഗിച്ചാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളോ ഭീഷണിയോ ഒക്കെ ഉപയോഗിച്ച് ആയിരിക്കാം. അത്തരമൊരു അധികാരം പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് മായാവതിയുടെ BJPയുടെ ഏറ്റവും വലിയ ശത്രുവായ UPയിൽ BJP ഭീഷണി സൃഷ്ടിച്ച് അസ്തിത്വം തന്നെ ഭീഷണിയിലായ മായാവതിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ ഒരർത്ഥത്തിൽ ഇത് രഹസ്യമാക്കി വെച്ചതിലൂടെ ഒരു സ്ട്രാറ്റജിയാണ് അമിത്ഷായും മോദിയും പുറത്തെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരു പക്ഷേ ഈ വിഷയത്തിന് രണ്ട് തലമുണ്ട്. ഒന്ന്, ഇവിടെ ശ്രീ ഹസനുൽ ബന സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജി, ഇത്രയും നാൾ കാര്യങ്ങൾ ഒരു ഇങ്ങനെയൊക്കെ ആകും, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തവർക്ക് എവിടെയൊക്കെ ഒരു തിരിച്ചടി കൊടുക്കാനുള്ള ഒരു ശ്രമം നടന്നു. അതിനുമപ്പുറത്തേക്ക് ഇതെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക ഈ വിഷയമെന്ന് അല്ല, ഇത്തവണ ഒരു പൊതു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഭരണകക്ഷി മുന്നണിയും പ്രതിപക്ഷ മുന്നണിയും പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇനി യുണൈറ്റഡ് ആണെങ്കിൽ പോലും അതേ സംബന്ധിച്ച് വെച്ചിരുന്ന ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്താണ്? ഭരണഘടനയോടും അതേമാതിരി കീഴ്വഴക്കങ്ങളോടുമൊക്കെ ഒരു പ്രതിബദ്ധത പുലർത്തുന്നയാളായിരിക്കണം നമ്മുടെ പുതിയ പ്രസിഡന്റ്. എന്ന് പറഞ്ഞാൽ ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം നാം മുന്നിൽ കാണുന്നു. അങ്ങനെ കാണുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ പ്രാപ്തമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അതാണ്. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനം തന്നെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായി കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാനുള്ള അവകാശങ്ങളുമുണ്ട്. അപ്പോൾ ആ അവകാശങ്ങൾ ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള തരത്തിലുള്ള ധാരണകളുള്ളയാൾ, തെളിയിക്കപ്പെട്ട സെക്കുലാറിസ്റ്റ്, അങ്ങനായിരുന്നു ഒരു മാനദണ്ഡം. ഇതൊക്കെയായിരുന്നല്ലോ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. സത്യത്തിൽ ഭരണകക്ഷിക്ക് ഇതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഭരണഘടന പരിരക്ഷിക്കപ്പെടണം എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഭരണഘടന ആരാണ് പൊളിക്കുന്നതെന്ന്. അതുകൊണ്ട് അവർക്ക് ആ നിലയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെ നടത്തിയത് മുഴുവൻ വലിയൊരു മാസ്റ്റർ മൈൻഡഡായ ഒരു പ്ലേ ആണ്. ആ പ്ലേയിൽ പലതരം പ്ലേ ആണ് അവർ ചെയ്യുന്നത് എപ്പോഴും. ഇപ്പോൾ രണ്ടാൾക്കാർ മാത്രം, ഹസനുൽ ബന്ന അത് പറഞ്ഞല്ലോ, രണ്ടാളുകൾക്ക് മാത്രമായിരുന്നു ഈ രാംനാഥ് കോവിന്ദാണ് അടുത്ത അവരുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. അത് പരമരഹസ്യമാക്കി വെക്കുക. എവിടെ നിന്ന്? അവരുടെ പാർട്ടിയിൽ നിന്ന് പോലും പരമരഹസ്യമാക്കി വെക്കുക. അറിയേണ്ട ബോഡികളിൽ നിന്ന് പോലും പരമരഹസ്യമാക്കി വെക്കുക. അങ്ങനെ വെച്ചിട്ട് അത് പുറത്തേക്കേ പോയില്ല. പേരേ എവിടെയും മെൻഷൻ ചെയ്യപ്പെട്ടില്ല. അങ്ങനെ എവിടെയും വരാത്തൊരു പേര് നേരത്തെ തീരുമാനിക്കുക, അത് കൃത്യമായി അവതരിപ്പിക്കുക. അദ്ദേഹമാകട്ടെ തനി BJPക്കാരനായിരിക്കുകയും ചെയ്യുക. BJPയുടെ ആഭിമുഖ്യത്തിലാണ് ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നതെങ്കിൽ ആ ശ്രമത്തിനൊരു തള്ളുകൂടി കൊടുക്കാൻ പറ്റുന്ന ഒരാളെ രാഷ്ട്രപതി ഭവനിലേക്ക് അവരോധിക്കുക. ഇതാണ്. ഒരു തരം ചാൻസും എടുക്കാൻ മോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ലീഡറോ ഒന്നും തയ്യാറല്ല. സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താ? നമുക്കൊക്കെ അറിയാവുന്നത് മാതിരി ഇന്നലെ ദില്ലിയിലൊരു പോസ്റ്ററിങ് ഉണ്ടായി. അദ്വാനിയുടെ പടം വെച്ചൊരു പോസ്റ്ററിങ് ഉണ്ടായി. അവർ പറഞ്ഞതെന്താ? ലോക മനുഷ്യൻ BJPയുടെ സൃഷ്ടാവ്, അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കണമെന്ന്. സ്വാഭാവികത്തിലാക്കാവുന്ന ആളാണല്ലോ. ശരിക്കും അദ്വാനി വിതച്ചതിൻ്റെ ഗുണം മുഴുവൻ കൊയ്തത് നമുക്കറിയാം മോദിയാണ്. മോദി ഫലം കൊയ്ത് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്വാനി കേസുമായി പ്രതിക്കൂട്ടി നിൽക്കുന്നു. ഇതാണല്ലോ അതിൻ്റെ ഒരു ഡൈക്കോട്ടമി, ദാരുണമായൊരവസ്ഥ. ആ അവസ്ഥയെപ്പോലും മറച്ചു വെച്ചുകൊണ്ട് പുതിയ ഒരാളെ അവതരിപ്പിക്കുക. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തിട്ടുള്ള മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുത്തിട്ടുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും തിരഞ്ഞെടുത്തിട്ടുള്ള പ്രസിഡന്റുമാരുണ്ടല്ലോ. ആ നിലയ്ക്കുള്ള ഒരു പ്രസിഡന്റിനെ വെച്ച് കൂടുതൽ ദുരന്തപൂർണമായ ഭാവിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭരണപക്ഷ തീരുമാനമാണ് ഈ നിലയ്ക്കുള്ള ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ സി ശിവൻകുട്ടി, ഈ പറഞ്ഞതുപോലെ ഒരു സെക്യുലർ മുഖം ഉണ്ടാകണം ഒരു രാഷ്ട്രപതി ആകുമ്പോൾ. പക്ഷേ അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് പോലും എത്താത്ത തരത്തിൽ, അല്ലെങ്കിൽ മറിച്ചുള്ള ചർച്ചകളിലേക്ക് ആദ്യം മുതൽക്കേ തന്നെ ആ ഒരു പ്രഖ്യാപനം തൊട്ടേ തന്നെ എത്തിക്കുന്നു എന്നതാണ് രാംനാഥ് കോവിന്ദ് എന്ന RSS നേതാവായിരുന്ന വ്യക്തിയുടെ ഒരു പശ്ചാത്തലവും ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോകുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അത് മനഃപൂർവ്വമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതിനെ തള്ളിക്കളയാനാവുമോ? അല്ല, സ്വാഭാവികമായും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി
വളരെ സുപ്രധാന ചർച്ചകൾ സ്വാഭാവികമായി ഉണ്ടാവും. ആ ചർച്ചകളുടെയൊക്കെ ഫലമായി വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും രൂപപ്പെടാം. പക്ഷേ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നമ്മുടെ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തി. അത് ചർച്ച ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചർച്ചയിലേക്ക് എത്തി. ഒരു ചർച്ചയിൽ വിജയവും പരാജയവും ഉണ്ടാവും. വിജയിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ ആർക്കും അവകാശമില്ല. അത് സ്വാഭാവികമാണ്. വിജയവും പരാജയവും ഇക്കാര്യത്തിലുണ്ടാവും. മറ്റൊരു കാര്യം നമുക്ക് ഇതിനകത്ത് ശ്രദ്ധേയമാവേണ്ടത്, ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബഹുമാനനായിട്ടുള്ള നീലം സഞ്ജീവ റെഡ്ഡി ഒഴിച്ചാൽ, അദ്ദേഹം രാഷ്ട്രപതിയാകുന്ന സമയം ഒഴിച്ചാൽ മറ്റൊരു സമയത്തും സമവായം രൂപപ്പെട്ടിട്ടേയില്ല ഇന്ത്യയിൽ. CPM-ന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനനായിട്ടുള്ള സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് ഇത് ജനാധിപത്യമാണ്, ഇത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യമാണ്, ഇത് മത്സരമാകാം, തെറ്റില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ശിവസേനയുടെ അഭിപ്രായം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സമവായ ചർച്ചകൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യവും ഭരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് പരമാവധി സമവായത്തിന് വേണ്ടി പരിശ്രമിച്ചു. സമവായത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് നാളെ മത്സരിക്കാൻ പാടില്ല എന്നൊന്നും ഗവൺമെൻറ് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. പരമാവധി സഹകരിക്കുക, പരമാവധി സമവായം ഉണ്ടാക്കുക, രാജ്യത്തിൻ്റെ ഭരണഘടന നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംരക്ഷിക്കുവാൻ, അത് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശക്തനായ വ്യക്തിയെ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് പൊതു അഭിപ്രായമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് LK അദ്വാനിജിയുടെ അടക്കം, സുഷമ സ്വരാജിൻ്റെ പേരടക്കം, ശ്രീധറിൻ്റെ പേരടക്കം പല പേരുകളും രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ചർച്ചയിൽ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ചർച്ചയിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിശ്വാസമുണ്ട്. ഞങ്ങൾക്കൊരു രാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ആ സ്വാഭാവികമായ ചർച്ചകളിലെന്നും ഈ രാംനാഥ് കോവിന്ദ് ഇല്ലായിരുന്നു. അത് അമിത്ഷായുടെയും മോഡിയുടെയും ഉള്ളിൽ മാത്രമായി ഇത്ര ദിവസം കൊണ്ട് നടക്കാൻ എങ്ങനെ പറ്റി? അങ്ങനെ അത് നമുക്ക് ഏത് ഭാവനയിൽ വേണോ എടുക്കാം. ഇത് അമിത്ഷാ BJP-യുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് അമിത്ഷാ. ബഹുമാനനായ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ പരമാധികാര പദവിയിൽ ഇരിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുള്ളത് ആർക്ക് എന്ത് ഭാവനയിൽ വേണോ എടുക്കാം. ആ ഭാവന എടുക്കുന്നത് അത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയായിരിക്കണം ഭാവന എടുക്കേണ്ടത്. തീരുമാനിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്, അല്ലാണ്ട് പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നവരല്ല. മുൻകൈ എടുക്കേണ്ടത് ബഹുമാനനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ശ്രീ അമിത്ഷായും തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അവർ തന്നെയാണ് മുൻകൈ എടുത്ത് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. LK അദ്വാനി അടക്കമുള്ള ബഹുമാനനായിട്ടുള്ള ശ്രീ LK അദ്വാനിജി അടക്കമുള്ള നേതാക്കന്മാരുമായി സംസാരിച്ചു. ചർച്ച നടത്തിയതിന് ശേഷം തന്നെയാണ് ഇത് പാർലമെൻ്ററി ബോർഡ് കൂടുക എന്നുള്ളത് നമ്മുടെ സംഘടനാപരമായിട്ടുള്ള സമീപനമാണ്. ആ പാർലമെൻ്ററി ബോർഡാണ് അതിനെ സംബന്ധിച്ച് ഔപചാരികമായി തീരുമാനമെടുത്തിട്ടുള്ളത്. ഞാൻ തിരികെ എത്താം. ഞാൻ താങ്കൾ വരുന്നതിന് മുമ്പ് ചോദിച്ചു തുടങ്ങിയ ചോദ്യം അതായിരുന്നു, ഈ സ്വാഭാവികത ആവർത്തിച്ച് ശ്രീ ശിവൻകുട്ടി കൂടി പറയുമ്പോൾ അങ്ങനെ കാണാനാകുമോ പ്രൊഫസർ ഗോപിനാഥൻ? ഇതിനകത്തൊരു സ്വാഭാവികത കാണാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഫോളോ ചെയ്തിട്ടുള്ള നേരത്തെ ഒരു രാഷ്ട്രപതിയുടെ കാൻഡിഡേറ്റ് ഒക്കെ ആരാണ്, ഇന്ത്യയിൽ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ആളുകൾ, ഭരണഘടനയുടെ പ്രതിബദ്ധതയുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെ വേണം രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കണം എന്നാണ് നമ്മൾ സാധാരണയായിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴ് BJP വളരെ രഹസ്യമായിട്ട് തന്നെ ഇതിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് സ്പെക്ടാക്കുലർ ഡിലൈറ്റ് എന്നാണ് പറയുന്നത്. BJP-യുടെ ഒരു സ്പെക്ടാക്കുലർ ഡിലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ്. പ്രതിപക്ഷം മുന്നോട്ടൊരു സ്ഥാനാർത്ഥിയെ വെക്കാതിരുന്ന ഈ സമയത്ത് വളരെ ബുദ്ധിപൂർവമായിട്ട് BJP-യുടെ ഉന്നതരായ 2 നേതാക്കന്മാർ പരസ്പരം ആലോചിച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണത്. ഈ തീരുമാനത്തിൻ്റെ പുറകിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏകദേശം 16% വരുന്ന പട്ടികജാതിക്കാരെ BJP-യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, മോഡിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു നേതാവിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കി കൊണ്ടുവരിക. അങ്ങനെ 2019 ഇലക്ഷൻ വളരെ കാര്യമായിട്ട് നേരിടാനും 19 ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഗവൺമെൻറ്റിനെ പുതിയ രാഷ്ട്രപതിയാണ് അവിടെ നിയമിക്കേണ്ടത്. അപ്പോൾ ഇവിടെയെല്ലാം BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിക്കുന്നതിനും ഒക്കെ കഴിയും. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളെയും, മായാവതിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, മായാവതി അതേപോലെയുള്ള ബീഹാറിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇത് വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. അവരിപ്പോൾ എടുക്കാൻ പോകുന്ന നിലപാട്, ഇപ്പോൾ അവരിൽ പലർക്കും ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
അപ്പോൾ അവർക്ക് അവരുടെ രാഷ്ട്രീയ ഭാവിയെ, അവരുടെ കാരിയറിനെ, പ്രത്യേകിച്ചും മായാവതിയുടെ കാരിയറിനെ ഇത് വളരെ അഡ്വേഴ്സായിട്ട് ബാധിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ബീഹാറിൽ, യു പിയിൽ അവർ കഴിഞ്ഞ ഇലക്ഷനിൽ വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നു. അപ്പോൾ വളരെ അവിടെ ഒരു ഫർദറായിട്ടുള്ള മൂവ്മെൻറ്റ് അടുത്ത 2019 ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് യു പി പിടിച്ചെടുക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് രാംനാഥ് കോവിന്ദിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 4 സംസ്ഥാനങ്ങളുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളും പിടിച്ചടക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് മോർച്ചയുടെ നേതാവ് കൂടിയായിരുന്ന, 12 വർഷം രാജ്യസഭാ മെമ്പർ കൂടിയായിരുന്ന, സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്ന നേതാവിനെയാണ് ഇപ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബി ജെ പി രാഷ്ട്രീയമായിട്ട് തന്നെ വളരെ ആലോചിച്ച് തന്ത്രപൂർവമായിട്ട് നടത്തിയിട്ടുള്ള ഒരു നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. ഞാൻ തിരികെ എത്താം. ശ്രീ ഹസനുൽ ബന്ന, ഇവിടെ ശ്രീ ശിവൻകുട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുക എന്നത് പൂർണ്ണമായും അവരുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതിനും അപ്പുറത്തേക്ക് നമ്മൾ ചർച്ച ചെയ്തത് ആ സ്ട്രാറ്റജി എന്നുള്ളത് തന്നെയാണ്. ആ സ്ട്രാറ്റജി കൊണ്ട് എത്രത്തോളം ലാഭമാണ് നിലവിലെ സാഹചര്യത്തിൽ RSSും BJPയും ഒക്കെ കണക്ക് കൂട്ടുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നിലവിലെ ഒരു ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൂടി വേണം. നിലവിൽ കേന്ദ്രം നിൽക്കുന്ന, ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി പരിശോധിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തിയാൽ ശ്രീ ഹസനുൽ ബന്ന. ഇനിയും നമുക്ക് അബദ്ധങ്ങൾ പറ്റരുത് എന്നാണ് ഈ വിലയിരുത്തുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ചർച്ചയിൽ പങ്കെടുക്കുന്നവരോടും അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവരോടും. കാരണം അമിത്ഷായും മോദിയും ഒരിക്കലും തന്നെ അവരുടെ തന്ത്രങ്ങൾ അവർ പുറത്ത് കാണിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അവരെപ്പോഴും അവർ ചെയ്തിട്ടുള്ളത്, അവരെന്ത് സ്ട്രാറ്റജിയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്, ആ സ്ട്രാറ്റജിയെ മറക്കി പിന്നിൽ നിർത്തിക്കൊണ്ട് പുറമേ മറ്റു കാര്യങ്ങൾ പറയുകയാണ് ചെയ്യാറുള്ളത്. അത് ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും, നിസ്സാര വിഷയങ്ങളിൽ പോലും അവരെടുക്കുന്ന തീരുമാനങ്ങൾ പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമെല്ലാം കർഷകരുടെ സമരങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭരണം ഒരു പരാജയമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ താഴേക്കിടയിൽ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കർഷകർക്കിടയിൽ. അതോടൊപ്പം തന്നെ ദലിതുകൾക്കിടയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണുകയുണ്ടായി, ഭീം ആർമിയുടെ നേതൃത്വത്തിൽ വലിയൊരു ദലിത് മുന്നേറ്റം ജന്തർ മന്ദിറിൽ നടന്നു. നേരത്തെ വന്ന ചന്ദ്രശേഖറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അതായത് ദലിതുകൾക്കിടയിൽ BJPക്കെതിരെ രൂപപ്പെടുന്ന ഏതൊരു കാര്യവും അവർ അടിച്ചമർത്തുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു JNUവിലും മറ്റ് കേന്ദ്ര സർവകലാശാലകളിലും ഉണ്ടായിരുന്ന നീക്കങ്ങൾ. അതുപോലെ വരുന്ന ഒരു മുന്നേറ്റമായിരുന്നു സഹാറൻപൂരിലെ കലാപത്തിന് ശേഷം യു പിയിൽ നിന്ന് ദലിതുകൾ BJPക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിൽ, ഗുജറാത്തിൽ നിന്ന് ദലിതുകൾക്കെതിരെ തിരിയുന്ന സാഹചര്യത്തിൽ, ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മോദി ഇന്ന് ട്വിറ്ററിൽ കുറിച്ചത്, ഒരു കർഷക പുത്രനും അതുപോലെ തന്നെ പാർശ്വവൽകൃതനും എന്ന് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ദലിത് അസ്തിത്വം, ആ ദലിത് അസ്തിത്വത്തെ നമ്മളൊക്കെ നാട്ടിൽ കേൾക്കുന്ന പോലെ ആ ഒരു സ്വത്വവാദത്തെ അത് ഹിന്ദുത്വ സ്വത്വവാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടി കാണാണ്. അപ്പോൾ ഈ കർഷക പുത്രനെന്നും ദലിതനെന്നും പറഞ്ഞ് ഒരു പുതിയ, ഞങ്ങൾ അവരുടെ ഭാഗത്ത് നിൽക്കുന്നവരാണെന്നുള്ള ഒരു തെറ്റായ പ്രതിനിധാനമാണ് മോദി ഇതിലൂടെ നൽകുന്നത്. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. ചന്ദ്രശേഖരനെ ജയിലിലടക്കുന്നു. ചന്ദ്രശേഖരൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മാതാവാണ് ഇന്നലെ റാലി അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സാമൂഹ്യമായ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയെ തങ്ങൾക്ക് അനുഗുണമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണെങ്കിൽ, മറുഭാഗത്ത് മമതാ ബാനർജി, മായാവതി, അതുപോലെ തന്നെ മുലായം സിംഗ് യാദവ് തുടങ്ങിയ TRS തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കളെ, ഇത്തരം പാർട്ടികളുടെ നേതാക്കളെ CBIയെ വിട്ട്, അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് ആദായ നികുതി വകുപ്പിനെ വിട്ടൊക്കെ ചൊൽപ്പടിക്ക് നിർത്താനും മോദിയും അമിത്ഷായും ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ദലിതനായതുകൊണ്ടാണ് ഞാൻ പിന്തുണക്കുന്നതെന്ന മായാവതിയുടെ വാദം നാം മുഖവിലക്കെടുക്കേണ്ടതില്ല. അതിന് പിന്നിലും പല ഇടപാടുകളും പല വിലപേശലുകളും നടന്നിട്ടുണ്ടാകും എന്നാണ് ഡൽഹിയിലെ അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. ശ്രീ ഭാസ്കർ ബാബു,
ഒരുപക്ഷെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദളിത് വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്കറിയാം. ആദ്യം മുതൽക്കേ തന്നെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ പലതും സ്വാഭാവികം എന്ന രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിലും ഇനി അങ്ങോട്ടും ഈ വിഷയങ്ങൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക എന്ന് നമുക്ക് മുന്നിൽ വലിയ മാതൃകകളുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്താൻ ഈ ഒരു വലിയ സ്ട്രാറ്റജിക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് ഹസനുൽ ബന്ന പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയാണ്. പക്ഷെ അതേക്കാൾ വലിയ ഒരു കാര്യം ഞാൻ കാണുന്നത്, ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് അവശിഷ്ട വർഷങ്ങളുണ്ടല്ലോ, ആ അവശിഷ്ട വർഷങ്ങളുടെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അവകാശപ്പെടുന്ന മാതിരി ഒരു പ്രതിച്ഛായയില്ല. അതുകൊണ്ടാണ് പല ഘടകങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന് പയറ്റേണ്ടി വരുന്നത്. പല ഘടകങ്ങളും കൂടുതൽ ശക്തിയായി ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കൂടുതൽ ശക്തിയായി ആ ഭൂമി ചവിട്ടുക ചെയ്യുന്നത്. കാര്യം നമുക്ക് വേറൊരു ഭൂമി ഇല്ലല്ലോ എന്ന് പറഞ്ഞത് മാതിരി തന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആദ്യം പറഞ്ഞ ഈ റിവൈവലിസ്റ്റ് ആശയങ്ങൾ, ആ ആശയങ്ങൾ പ്രയോഗക്ഷമമല്ല എന്ന് കാണുമ്പോഴും അദ്ദേഹം പശുവിൽ തന്നെ എന്തിനാണ് ചവിട്ടുന്നത്? അതിൽ തന്നെ ആഞ്ഞ് ചവിട്ടി നിൽക്കുന്നത്. ശിവൻകുട്ടി ക്ഷമിക്കണം, പശുവിനെ ചവിട്ടരുതെന്നാണ് ഞാൻ ആ വിഷയത്തിൽ അദ്ദേഹം ചവിട്ടി നിൽക്കുന്നതിന് കാരണം മറ്റൊരെന്തിൻ്റെ ചവിട്ടാം. അതായത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിലോ സാമ്പത്തിക ആവശ്യങ്ങളുടെ കാര്യത്തിലോ ഒക്കെ ഒരു കാര്യവും ചെയ്യാത്ത സർക്കാരാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വന്നിരിക്കുന്ന കർഷക സമരവും ആ കർഷക പ്രക്ഷോഭവും ദാരുണമായ ആത്മഹത്യകളും ഒക്കെ ഡിമോണിറ്റൈസേഷനുമായി ബന്ധിപ്പിച്ചാണ് വന്നത്. അതേക്കുറിച്ചുള്ള ചർച്ച പോലും ഇല്ലല്ലോ. ഈ പ്രധാനമന്ത്രിയുടെ മാത്രം താല്പര്യമായിരുന്നു അത്. ആ നിലയ്ക്ക് തൊട്ടതെല്ലാം തകർന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി നേരത്തെ ഹസനുൽ ബന്ന പറഞ്ഞതുമാതിരി ദുരന്തങ്ങളുടെ ദിവസങ്ങളെ അദ്ദേഹം മുന്നിൽ കാണുന്നു. അപ്പോൾ ഒരു അത്താണിയായി അദ്ദേഹം പറയുന്ന കേൾക്കുന്ന ഒരാൾ വേണം. രാഷ്ട്രപതി ഓഫീസിനെ നമുക്കങ്ങനെ പറയാമോ എന്നറിയില്ല. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിന് മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ BJPക്കകത്തും അതുപോലെ തന്നെ NDAയിലും ഉണ്ടാകുന്ന ശൈഥില്യങ്ങൾ. ശിവസേന പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഇദ്ദേഹത്തെ അവർ പിന്തുണയ്ക്കുന്നില്ല. മായാവതി പിന്തുണയ്ക്കുന്നത് മാതിരി പിന്തുണയ്ക്കുമ്പോൾ ശിവസേന ഈ പുതിയ കാൻഡിഡേറ്റിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, 2019 തെരഞ്ഞെടുപ്പിൽ മോദിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് കൂടി അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അദ്വാനിയെപ്പോലെ കുറെ കൂടി സമ്മത സ്വഭാവത്തോടു കൂടിയ ഒരാൾ വരുന്നതായിരിക്കും നല്ലതെന്ന് അവരും കരുതി തുടങ്ങിയിരിക്കുന്നു. തീവ്രവാദങ്ങൾക്ക് അധികം നാൾ നിലനിൽപ്പൊന്നുമില്ല. ഈ രണ്ട് ഘടകങ്ങൾ NDAയുടെ ശൈഥില്യം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പം ഒരത്താണി എന്ന നിലയ്ക്ക് അനുസരിക്കുന്ന പ്രസിഡന്റ് ഉണ്ടാവുക എന്നത് അനിവാര്യമാണ് മോദിക്ക്. മോദി ശ്രമിക്കുന്ന അതാണ്. ദുരന്തങ്ങളാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് നമുക്കിനി പ്രതീക്ഷിക്കാനുള്ളത്. അത് വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇക്കാര്യത്തെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാജ്യം എങ്ങനെ പോകുന്നു, ലോകം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം. രാജ്യത്തെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്യുന്നത്. നമ്മുടെ രാജ്യം അതിവേഗതയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതു മേഖല പരിശോധിച്ചാലും ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ അടിവരയിട്ടുകൊണ്ട് പറയുവാൻ ഒരു ശക്തനായ ഭരണാധികാരി ഈ രാജ്യം ഭരിച്ചുകൊണ്ട് മുന്നോട്ട് കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്ത് വിഷയങ്ങളായിരുന്നാലും അവിടെ അടക്കം, മധ്യപ്രദേശിലടക്കം, രാജ്യത്തടക്കം 10 ലക്ഷം കോടി രൂപ ഇക്കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ചത് ലോകത്തെ ഇന്ത്യ രാജ്യത്തെ ഏത് ഗവൺമെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും കാലം? ഇത് ഞാൻ പരിശോധിക്കണം, വെബ്സൈറ്റ് അടിച്ച് നോക്കണം. ഇന്ത്യ രാജ്യം ആദ്യമായിട്ടാണ് 10 ലക്ഷം കോടി രൂപ കർഷകർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് കഴിഞ്ഞ ബജറ്റിൽ. അങ്ങനെ രാജ്യത്തെ കർഷകരെ പുരോഗതിയിലെത്തിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്ന തമിഴ്നാടുണ്ടല്ലോ, കർഷക മരണം വന്നല്ലോ. കേരളത്തിൽ പനിമരണം നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ നമ്മൾ പനിമരണം നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? നടപടികൾ പലതും ഉണ്ടാവാം. ഒരു രാജ്യത്ത്, ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങളുണ്ടാവാം. ആ സംഭവങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു ശക്തമായ ഗവൺമെൻറ് തന്നെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യം ഭരിച്ച് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്തു, പരമാവധി ചർച്ച ചെയ്ത ശേഷം ഞങ്ങളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തത് രാജ്യത്തെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ദളിത് വിഭാഗത്തിലുള്ള ഒരു അവശ്യ ജനവിഭാഗത്തിൽപ്പെട്ട ഒരു സുപ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ഈ പറയുന്നത് പോലെ ഞാൻ ചോദിച്ചോട്ടെ, ഈ അഭിപ്രായം പറയുന്നവർ ഒരു കാര്യം പറയണം. പ്രതിഭാ പാട്ടീലിനെ പിന്തുണച്ചവരാണ്. അത് പ്രതിഭാ പാട്ടീൽ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. 5 വർഷം രാഷ്ട്രപതി ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തതയുണ്ട്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്.
അദ്ദേഹം IAS വരെ നേടിയ ആളാണ്. അദ്ദേഹം പക്ഷേ സുപ്രീം ഇതുവരെ കോടതി ഇല്ലാത്ത ഒരു അഭിഭാഷകനാണ്. ദളിത് സ്നേഹം ഭാരതീയ എങ്ങനെ ജനതാ ഇപ്പോൾ പാർട്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ അല്ലല്ല ദളിത് സ്നേഹം ഇപ്പോൾ വന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുമ്പോൾ 40 എംപിമാരാണ് ലോകസഭയിൽ, 40 എംപിമാരാണ്, ദളിത് എംപിമാരാണ് ലോകസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഉള്ളത്? വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്? കണക്ക് പറയട്ടെ. 40 എംപിമാരാണ് ലോകസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. കണക്ക് പറയട്ടെ. ഓരോ സംസ്ഥാനത്തിലെ MLA-മാരുടെ കണക്ക് പറയട്ടെ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ. അപ്പോൾ അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിരത്താൻ കഴിയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിരത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ പരമാധികാരമുള്ള അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രൊഫസർ ഗോപിനാഥൻ, ആ വിധത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണാനാകുമോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ അദ്ദേഹത്തെ എൻ്റെ പേര് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇങ്ങനെയൊരു കാൻഡിഡേറ്റിൻ്റെ. അദ്ദേഹം ബീഹാറിൽ ഇപ്പോൾ ഗവർണറായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. കാരണം BJPയുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് മോർച്ചയുടെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ RSSൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. UP രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉണ്ട്. ദളിത് UP RSS ഫാക്ടറിൻ്റെ ഒരു സം ടോട്ടലാണ് രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് BJP തീർച്ചയായിട്ടും അദ്ദേഹത്തെ സെലക്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ BJP പ്രധാനമായിട്ടും ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമനം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ദളിതരുടെ വോട്ട് അടുത്ത ഇലക്ഷനിൽ ടാർഗറ്റ് ചെയ്യുക, പ്രത്യേകിച്ചും UP കണക്കുള്ള സംസ്ഥാനങ്ങളിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, പിന്നെ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ മഹാരാഷ്ട്രയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈവൻ തമിഴ്നാട്ടിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റിന് കുറേ വോട്ടുകൾ, കൂടുതൽ വോട്ടുകളുള്ള ഈ സംസ്ഥാനങ്ങൾ, 3-4 സംസ്ഥാനങ്ങളിൽ അടുത്ത ഇലക്ഷനിൽ ഈ നിയമനത്തിൽ കൂടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോൾ ദളിത് ബേസ്ഡ് ആയിട്ടുള്ള കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വളരെ കൺഫ്യൂഷനിലാക്കുന്നതിന് ഈ ഇലക്ഷൻ ഇത് കഴിയും. കാരണം അവർക്ക് ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റുമോ എന്ന് സംശയമാണ് ഇപ്പോഴും. കാരണം അവരൊരു ദളിതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതിന് ആൾട്ടർനേറ്റീവ് നേരത്തെ നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. നേരത്തെ മുൻകൂട്ടി ഈ ഇത് കാണുവാനും അതനുസരിച്ച് ഒരു ദളിത് സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു തെറ്റ് പ്രതിപക്ഷ ഭാഗത്തുണ്ട്. ചർച്ചകളാണ് നടത്തിയത്. ആരാണ് സ്ഥാനാർത്ഥി എന്നറിയാതെ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരുന്നു. അതാണ് സംഭവിച്ചത് പ്രധാനമായിട്ടും. തിരികെ ചർച്ചയിലേക്ക് എത്താം. ശ്രീ ഹസനുൽ ബൻ, ഇവിടെ സൂചിപ്പിച്ചു പറഞ്ഞ പ്രതിഭാ പാട്ടീലിന്റെ കാര്യത്തിൽ പോലുമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ ഈ ഒരു രാംനാഥ് കോവിന്ദിന്റെ സ്ഥാനാർത്ഥിത്വത്തെയും കാണാൻ സാധിക്കുമോ? സ്വാഭാവികമായും രാഷ്ട്രപതിയാണ് അതൊരു ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയുടെ ഒക്കെ തീരുമാനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും അതിനൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു, ഇവിടെ ശ്രീ ശിവൻകുട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ള ഒരു പ്രക്രിയയായി കാണാനാകുമോ? അതിനും അപ്പുറത്തേക്ക് ഈ വിഷയം കൈകാര്യം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജി ഒക്കെ തന്നെയും കൈകാര്യം ചെയ്യുന്നതിൽ മുൻകരുതൽ, അല്ലെങ്കിൽ ആ വിധത്തിൽ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക എന്ന് ശ്രീ ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ആ വിധത്തിലായിരിക്കുമോ? നേരത്തെ ഇവിടെ ശ്രീ സുരേന്ദ്രബാബു സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ ഒരു പ്രധാന കാര്യം നാം ഈ ചർച്ചയിൽ ഇനി രണ്ടാമതൊരു ഘട്ടത്തിൽ വരേണ്ട പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഇതിപ്പോൾ നാം പറഞ്ഞ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം BJP എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. ഞാൻ അതിനേക്കാളേറെ കാണുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് BJPയിൽ എത്ര വോട്ടുണ്ടാക്കും എന്നുള്ളത്, അതേക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് പകരം ഈ ഒരു ദലിത് മുഖത്ത് അവതരിപ്പിച്ചുകൊണ്ട് അതൊരു കാരണമാക്കി പ്രതിപക്ഷത്തിനിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നൊരു കാര്യത്തിൽ ഞാൻ ഊന്നുന്നു. അതോടൊപ്പം ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് അടുത്ത 2 വർഷം ഈ രാജ്യം കടന്നു പോകുന്നത്. രാജ്യസഭയിൽ ഒരു പക്ഷേ BJPക്ക് ഭൂരിപക്ഷം കിട്ടാവുന്ന ഒരു സാഹചര്യം വരാനിരിക്കുന്ന നിയമസഭകളിലൂടെ സംജാതമാകുകയാണെങ്കിൽ, നേരത്തെ വാജ്പേയിയുടെ കാലത്ത് BJP തുടങ്ങിവെച്ച ഭരണഘടന പൊളിച്ചെഴുതുന്നതടക്കമുള്ള ചില ചർച്ചകളുടെ പ്രാഥമികമായ ചില സംസാരങ്ങൾ അന്ന് തുടങ്ങി വെച്ചിരുന്നു. പക്ഷേ KR നാരായണനെ പോലെ ഒരു ദലിതനാണെങ്കിലും കരുത്തുറ്റ ഒരു പണ്ഡിതനെ ഇന്ത്യക്ക് രാഷ്ട്രപതിയായി ലഭിച്ചതുകൊണ്ട്, ഇന്ത്യയുടെ മതേതരത്വത്തിലും അതുപോലെ തന്നെ ജനാധിപത്യത്തിലും ഉറച്ച വിശ്വാസമുള്ള ഒരു നേതാവിനെ രാഷ്ട്രപതിയായി ലഭിച്ചതുകൊണ്ട് അന്ന്
KR നാരായണനാണ് യഥാർത്ഥത്തിൽ ഇത് തടഞ്ഞത്. ഇത്തരമൊരു നീക്കത്തെ, ഇത്തരമൊരു ചർച്ചയെ, ഈ ഭരണഘടന പൊളിച്ചെഴുതാനുള്ള ഒരു നീക്കത്തെ തടഞ്ഞത്. ഇപ്പോഴും അന്ന് KR നാരായണൻ്റെ പബ്ലിക് റിലേഷൻ സെക്രട്ടറി ആയിരുന്ന, പ്രസ് സെക്രട്ടറി ആയിരുന്ന സത്യനാരായൺ സാഹു എന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അദ്ദേഹം രാജ്യസഭയുടെ സെക്രട്ടേറിയറ്റിലുണ്ട്. പലപ്പോഴും അദ്ദേഹം നമ്മെ കാണുമ്പോൾ ആ നാരായണനോടുള്ള ബഹുമാനം പലപ്പോഴും മലയാളികളോട് പോലും ഈ ഒഡീഷ കേഡറിലെ ഉദ്യോഗസ്ഥൻ പങ്കുവെക്കാറുള്ളത് അന്ന് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിൽ BJPയോടും വാജ്പേയിയോടും എതിരിട്ട് നിന്നുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കുന്നതിൽ KR നാരായണൻ പാലിച്ച ഒരു ശുഷ്കാന്തിയെ മനസ്സിലോർത്തുകൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി BJPക്ക് ആവശ്യം, മോദിക്ക് ആവശ്യം, തങ്ങളുടെ വിധേയനായ, തങ്ങൾ പറയുന്ന ഉത്തരവുകളിലും തങ്ങൾ പറയുന്ന അതുപോലെ തന്നെ ഓർഡിനൻസുകളിലുമൊക്കെ ഒപ്പിടുന്ന, തങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറികടന്ന്, നിലവിലുള്ള പാർലമെന്ററി സംവിധാനത്തെയും ജനാധിപത്യ മര്യാദകളെയും ഒക്കെ മറികടന്ന് ഇപ്പോൾ കശാപ്പ് നിരോധനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കാൻ പറ്റുന്ന, തങ്ങൾക്ക് വിധേയനായ ഒരാളെയാണ് രാഷ്ട്രപതി ഭവനിൽ ഇരുത്തേണ്ടത് എന്നാണ് മോദി തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടതും എന്നാൽ രണ്ടാമത്തേതുമായ വശം. അത്തരമൊരു നാം റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെ പലപ്പോഴും തമാശയിൽ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പാർട്ടി വക്താവ് എന്ന നിലയിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പ്രകടനം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും, ഇദ്ദേഹം ഒരിക്കൽ പോലും മാധ്യമങ്ങളെ, ചാനലുകളെ, പത്രങ്ങളെയൊന്നും കാണാറില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖം ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള പലർക്കും ഇദ്ദേഹത്തെ അറിയാത്തതുപോലെ തന്നെ ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും ഇങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത്രയും സൈലൻ്റായ, മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാത്ത, വളരെ വിശ്വസ്ത വിധേയനായ ഒരാളെ രാഷ്ട്രപതി ഭവനിൽ പ്രതിഷ്ഠിച്ചാൽ തങ്ങളുടെ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നതിനപ്പുറം ഒരു പക്ഷേ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പോലും BJP തുടക്കം കുറിച്ചേക്കുമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ള ആശങ്ക. സ്വാഭാവികമായും നമ്മൾ ചർച്ചയുടെ രണ്ടാം ഘട്ടം പോകേണ്ട ഒരു ഭാഗം അങ്ങനെ തന്നെയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അവിടെയാണ് ഭയപ്പെടുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത്. കാര്യം ഈ മോദി വളരെ ശക്തനും അതേമാതിരി തന്നെ യാതൊരു പ്രതിബന്ധങ്ങളും നേരിടാത്ത ഒരാളുമാണ് എന്ന് വരുത്തി തീർക്കാൻ വലിയൊരു ശ്രമം BJP ക്യാമ്പിൽ നടക്കാറുണ്ട്. അവരുടെ എല്ലാ നിലവാരത്തിലുള്ള പ്രചരണത്തിൻ്റെയും രീതിയാണ്. നേരത്തെ പറഞ്ഞില്ലേ 10 ലക്ഷം കോടി രൂപയുടെ ലോണിനെ കുറിച്ച് പറഞ്ഞു. അതിന് തൊട്ടുമുമ്പുള്ള ഗവൺമെൻറ് 9 ലക്ഷം കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം കോടിയാണ് കൂടുതൽ കൊടുത്തത്. അവർ സുഹൃത്താണ് വിളിച്ച് പറഞ്ഞത്, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം പലതരം കണക്കുകൾ പറഞ്ഞിട്ട് അത് തന്നെ പറയുന്നത് ബാങ്കിന് ക്രെഡിറ്റ് കൊടുത്തിരിക്കുകയാണ്. അവർ ലോൺ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഫാം ഇൻഷുറൻസിനുള്ള പണമാണ്. ഈ നിലയ്ക്ക് വരുമ്പം ഈ കർഷക ആത്മഹത്യയെ നേരിടാൻ പാകത്തിലുള്ള പണമോ അല്ലെങ്കിൽ കാർഷിക വായ്പ എഴുതിത്തള്ളാനുള്ള യാതൊരു മനോഗതിയോ ഒന്നുമില്ല. ഫലത്തിൽ പറയുമ്പം അത് നമുക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടും എന്നൊക്കെ പറയുമ്പം വിശ്വാസമാണെന്ന് തോന്നുമല്ലോ. ഇതിന് തൊട്ട് മുമ്പ് 9 ലക്ഷം കോടി കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് കളി. അപ്പോൾ ഈ അർത്ഥത്തിൽ ചില കണക്കുകൾ പറഞ്ഞ്, ചില കാര്യങ്ങൾ പറഞ്ഞ് മോദിയെ റീഇൻഫോഴ്സ് ചെയ്യേണ്ടി വരുന്നത് എന്താ? കണക്കുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ, അഥവാ നുണകൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് മോദി എത്തപ്പെട്ടിരിക്കുന്നത്. 2 വർഷം കൊണ്ട് എന്തൊക്കെ പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ മോശം കാലഘട്ടത്തിലേക്കാണ് മോദി സഞ്ചരിക്കേണ്ടി വരുന്നത്. അതിൻ്റെ പല അനുരണനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഉറച്ച പിന്തുണ ലഭിക്കുന്ന രാഷ്ട്രപതി ഭവൻ ഏത് തരം ഓർഡിനൻസ് കൊണ്ട് ചെന്നാലും, ഏത് തരം നിയമം കൊണ്ടുവന്നാലും പാസ്സാക്കി കൊടുക്കുന്നയാൾ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമുക്ക് ആ ദുരന്തം കണ്ടതാണല്ലോ പ്രസിഡന്റ് എന്താ ചെയ്തത്. ആ അർത്ഥത്തിൽ എല്ലാത്തരം ദുരന്തങ്ങൾക്കും പറ്റുന്ന രീതിയിൽ അതീവ രഹസ്യമാക്കി വയ്ക്കുക. ഒരൊറ്റയാൾക്കും ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല ഇങ്ങനൊരാൾ വരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, എത്രത്തോളം ശരി നമുക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ, മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, കോൺഗ്രസ്സുകാരുമായി ആലോചിച്ചാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നത്. മൻമോഹൻ സിംഗും പിന്നെ ഗാന്ധിയുമായും ആലോചിച്ചു. അങ്ങനെ ആലോചിക്കുമ്പം കോൺഗ്രസ്സുമായി ആലോചിച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പം പ്രതിപക്ഷവുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നു എന്നുള്ള നിലക്കാണ്. അത് ഏതുതരം പ്രതിഫലനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ പോകുന്നറിയില്ല. പക്ഷേ അപ്പോഴും നമുക്ക് അവസാനം കിട്ടുന്ന വാർത്ത പിന്നെ മമതാ ബാനർജി ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ NDAയുടെ പൂർണ്ണ സ്ഥാനാർത്ഥിയല്ല, ശിവസേന അംഗീകരിക്കുന്നില്ല, മമതാ ബാനർജി അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്തവരുടെ എണ്ണവും കൂടുന്നുണ്ട്. ചുരുക്കത്തിൽ കൂടുതൽ അനിശ്ചിതത്വങ്ങളിലാണ് ശിവൻകുട്ടി പോകുന്നത്. കൂടുതൽ ലബ്ധപ്രതിഷ്ഠമായൊരവസ്ഥയിലല്ല മോദി വിഗ്രഹം ഇരിക്കുന്നത്. അതിൻ്റെ നിലപാട് തറ കുലുങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ ഇത്തരം ഒരു ദുരന്തം കൂടി ഉണ്ടായാൽ പ്രസിഡന്റിൻ്റെ ഓഫീസ് കൂടി
അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാമ്പായി മാറുന്ന പക്ഷം അങ്ങനെ വരാതിരിക്കട്ടെ, വരുന്ന പക്ഷം അതങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു പിന്നോക്കക്കാരനെയോ ദളിതനെയോ ഒക്കെ പ്രസിഡന്റ് ആക്കിയാൽ ഉടനെ വോട്ടുകൾ കൂടുതൽ കിട്ടും എന്ന പ്രതീക്ഷയൊന്നും കോൺഗ്രസിൻ്റെ അനുഭവം ഉണ്ടല്ലോ. KR നാരായണനെ ആക്കിയിട്ടുണ്ട് വെച്ചാണ് ഉണ്ടായത്. KR നാരായണൻ നേരത്തെ ഹസനുൽ ബന്ന പറഞ്ഞ ഒരു നിലപാട് അദ്ദേഹം എടുത്തിരുന്നു. കാരണം അദ്ദേഹം വലിയ സ്റ്റേറ്റ്സ്മാനാണ്. പക്ഷേ അതുകൊണ്ട് ദളിത് വോട്ടുകളൊന്നും സമാഹരിക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ പോലും അദ്ദേഹം പറഞ്ഞ എത്ര ദളിത് വോട്ട് ചെയ്യും ഇതൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാൾ, അതിനപ്പുറമുള്ള പരിഗണനയൊന്നും ഈ തെരഞ്ഞെടുപ്പില്ല. RSSകാരനെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ. അല്ല, എനിക്ക് ഹസനുൽ ബന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം എവിടെ നിന്നാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചെടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ സമീപനങ്ങൾ കാണുമായിരിക്കാം. അത് ആ രാഷ്ട്രീയ സമീപനം ഇന്ത്യ പോലെയുള്ളൊരു മഹാരാജ്യത്ത് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിനായിക്കൊള്ളാം. പക്ഷേ ഈ രാജ്യത്ത് എവിടെയാണ് ഭരണഘടന പൊളിച്ചെഴുതാൻ പരിശ്രമിച്ചു എന്ന് പറയുന്നത്? എവിടെയാണ് സാധിച്ചതെന്ന് പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് വളരെ ശക്തമായി 1951 മുതൽ വ്യക്തമായ രാഷ്ട്രീയ സാഹചര്യം, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്ന ഒരു ഭാരതീയ ജനസംഘം എന്ന് പറയുന്നൊരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ പ്രസ്ഥാനം ഈ രാജ്യത്ത് കഴിഞ്ഞ 51 മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അംഗീകാരമാണ് കേരളത്തിലെ ജനങ്ങളും ഈ രാജ്യത്തെ ജനങ്ങളും ഞങ്ങൾക്ക് നൽകുന്നത്. രാജ്യത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ജനങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിജിയെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തി 3-2 ഭൂരിപക്ഷത്തിലെത്തിച്ചത്. 1984 രാജീവ് ഗാന്ധിക്ക് ശേഷം ആദ്യമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദിജിക്ക് ഈ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറാൻ കഴിയുന്നത്. ഇവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നടക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ കന്നുകാലി വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചല്ലോ. എവിടെയാണ് എന്താണ് നടന്നത്? നുണപ്രചരണം കൊടുക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കാരണം ബീഫ് നിരോധിച്ചു. എവിടെയാണ് ബീഫ് നിരോധിച്ചത്? എല്ലാ സ്ഥലത്തും ബീഫ് സുതാര്യമായി അല്ലല്ല, ഒരാളെയും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ തന്നെ നുണപ്രചരണങ്ങൾ കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, എവിടെയാണ് ബീഫ് നിരോധിച്ചത്? എവിടെയാണ് ബീഫ് നിരോധിച്ചത്? അപ്പം സംഘപരിവാർ ഈ രാജ്യത്തെ അഭിമാനമുള്ള പ്രസ്ഥാനമാണ്. RSS എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. RSS ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രസ്ഥാനമാണ്. RSS എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ നല്ലൊരു വിഭാഗം ജനങ്ങളും RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. എന്താണ് അദ്ദേഹത്തെ രാംനാഥ് കോഹിൽ RSSകാർ അതാണോ പറയേണ്ടത്? അങ്ങനെയാണോ പറയേണ്ടത്? RSS എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം, RSS എന്ന പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച തന്നെയാണ് ശ്രീ നരേന്ദ്രമോദിജി അടക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഈ രാജ്യം 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. RSSന് എന്ത് അജണ്ട? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ഈ രാജ്യത്തെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഹസനുലിനെ എടുക്കുന്ന സമീപനമല്ല ഇത്. ഇത് ഞങ്ങളുടെ ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെതായ ശക്തിയുണ്ട്, ആ രാജ്യത്തിൻ്റെതായ മാതൃശക്തിയുണ്ട്. അതുകൊണ്ടാണ് പശുവിൻ്റെ വിഷയം ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എതിർക്കാവുന്നവർ എതിർക്കട്ടെ, ആരെതിർത്താലും എതിർത്തോട്ടെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്തിൻ്റെതായ പൈതൃകവും ഈ രാജ്യത്തിൻ്റെതായ പാരമ്പര്യവും ഉണ്ട്. അവിടെ അത് രക്ഷിക്കേണ്ടത് ഭാരതീയ ജനതാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹിന്ദു എന്നാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നും ഞാൻ ആരെയും വേർതിരിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഞാൻ ഒരു ചർച്ചയിൽ അഭിപ്രായപ്പെട്ടിട്ടുമില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, ഞാൻ മുസ്ലിം ജനവിഭാഗം അടക്കം അംഗീകരിക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്താൽ. ഞാൻ ചോദിച്ചോട്ടെ, മുത്തലാഖ് വിഷയത്തിൽ എന്ത് സമീപനമാണ് ഈ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ളത്? അവിടെ മുസ്ലിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത്? ഉത്തർപ്രദേശിൽ. സ്ട്രാറ്റജി ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കും ആവാമല്ലോ. സ്ട്രാറ്റജി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ബുദ്ധി ഒരു സ്ട്രാറ്റജിയാണ് ഈ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അതെ, അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴും ഉള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, BJP എന്നുള്ളൊരു പ്രസ്ഥാനത്തിന് ബുദ്ധിയും ശക്തിയും സ്ട്രാറ്റജിയും ഉള്ളതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനെന്താ സംശയമുള്ളത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത് വേണ്ടെന്നാണോ പറയുന്നത്? കേരളത്തിൽ CPM ശാസ്ത്രീയമായി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നു.
ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്തു. അത് വേണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? അതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ചർച്ചയിൽ അഭിപ്രായം പറയണം. CPM ശാസ്ത്രീയമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗത്തിനെയും ക്രിസ്ത്യൻ വിഭാഗത്തിനെയും കൈകാര്യം ചെയ്തു. ഉമ്മൻചാണ്ടി പോലും അറിഞ്ഞില്ലല്ലോ. അതൊക്കെ ശരിയാണെന്നാണ് അവകാശപ്പെടുന്നത്. അതൊക്കെ ശരിയായിരിക്കാം. ആ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അത് ശരിയായിരിക്കാം. ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളുടെ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. ആ സ്ട്രാറ്റജി എന്താ തെറ്റ്? സ്ട്രാറ്റജി ഉണ്ട്. ശിവൻകുട്ടി കൃത്യമായി നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞ എന്താ, RSS എന്ന പ്രസ്ഥാനം ഞങ്ങൾ വിശ്വസിക്കുന്നു. RSS എന്ന പ്രസ്ഥാനം അതിന്റെ അജണ്ടകൾ നടപ്പാക്കും. ഞാൻ പറഞ്ഞുതരാം, വിശദീകരിച്ചില്ല. ഞാൻ വിശദീകരിക്കുമ്പോൾ അത് മനസ്സിലാവും താങ്കൾക്കും. അത് ഞങ്ങൾ നടപ്പാക്കും. ആരുണ്ട് നമ്മളെ ചോദിക്കാൻ? അത് നമ്മളിവിടെ അതിന് നമുക്ക് എന്നല്ല, ഞാൻ എതിർക്കുന്നവർ വരട്ടെ. അതിനവർ പറയുന്ന സാധൂകരണം എന്താ? ലളിതമാണ്. ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ ഒരു മാൻഡേറ്റ് കിട്ടിയിരിക്കുന്നു. എന്ത് മാൻഡേറ്റ്? ജയിച്ചവർക്ക് കിട്ടിയ മാൻഡേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് ഭരിക്കുക എന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ശിലകളെ ഇളക്കി അതിനെ പരിവർത്തിക്കുക എന്നതല്ല. അത് ആ അർത്ഥത്തിലേക്കുള്ള സഞ്ചാരത്തെക്കുറിച്ചാണ് പ്രസിഡൻഷ്യൽ ഓഫീസ് മാറുന്നതിനെ സംബന്ധിച്ച് ആശങ്കയിൽ വരുന്നത്. ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞല്ലോ, 1925 സ്ഥാപിച്ച RSSന്റെ വലിയ പൈതൃകം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ഭീരുക്കളുടെ സംഘടന എവിടെയായിരുന്നു? എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? 1925 മുതൽ 1947 വരെ അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഇതൊന്നും ഈ മഹാൻ പഠിക്കാതെ വന്നിരിക്കുന്നേ. ഞങ്ങൾ പഠിച്ചിരിക്കുന്നു സർ. RSS എന്ന സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം സംഘടിപ്പിക്കുക എന്നാണ്. തെറ്റില്ല, അവർക്ക് അവകാശപ്പെടാം. ഹിന്ദു രാഷ്ട്രം സംഘടിപ്പിക്കുക എന്നതാണ് RSSന്റെ ലക്ഷ്യമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1926 ഉള്ളപ്പോൾ തന്നെ അവരുടെ ലക്ഷ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമുണ്ടാക്കുക എന്നതായിരുന്നു. അവർക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന കാലത്ത് മുഴുവൻ ഈ പാർട്ടിക്ക് അതിനെ തിടപെടാൻ കഴിഞ്ഞില്ല. അടുക്കള തിണ്ണയിൽ കയറിയിട്ടില്ല. ഇതാണ് അവസ്ഥ. രാജ്യത്തിന് വന്നിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി ഒരു വലിയ മാറിയ സാഹചര്യത്തിൽ അധികാരം ലഭിച്ചു. തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യത്തിലൂടെ അധികാരം ലഭിച്ചു, ശരിയാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വളരെ കുൽസിതമായ പഴയ നയങ്ങളിലേക്ക് 1925 ഉയർത്തിപ്പിടിച്ച കാക്കി ട്രൗസറിൻ്റെയും മുളമടിയുടെയും ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് ഒരു മഹത്തായ രാജ്യത്തെയും പാരമ്പര്യത്തെയും നയിക്കാനാണ് ശ്രമിക്കുന്ന പ്രതിപ്രയാണമാണത്. ആ പ്രതിപ്രയാണത്തെ ഞങ്ങൾ എതിർക്കും. ശിവൻകുട്ടി കൊക്കിൽ ജീവനുള്ളത് വരെ എതിർക്കും. അപ്പം ശരി, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് കാണാം, ഗോവയിൽ കാണാം. അതായത് എന്താ പറയുന്നേ, ഇത് ഈ ചർച്ചയും ഒരു സമരം തന്നെയാണ്. എന്തെന്നാൽ ഈ ആധുനിക ഇന്ത്യയെ സംബന്ധിച്ച് ഒരവകാശവാദത്തിനും മോദി മുതൽ ശിവൻകുട്ടി വരെയുള്ളവർക്ക് യാതൊരു അർഹതയുമില്ല എന്നത് സ്ഥാപിക്കാൻ പറ്റും ഒരു ചർച്ചയിലൂടെ. ഒരു വിഷമവുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല അത് പറയേണ്ടത്. അദ്ദേഹം RSSന്റെ പക്ഷം പറഞ്ഞു. RSSന്റെ പക്ഷം പറയുമ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്ന രാഷ്ട്രീയ ചേരി അതാണ്. അതിൻ്റെ പ്രാകൃതത്വമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്, അംഗീകരിക്കാൻ വയ്യാത്തത്. പ്രൊഫസർ ഗോപിനാഥൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തിരികെത്താം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെ ആർജവത്തോടുകൂടി തന്നെ അദ്ദേഹം എതിർക്കുകയുണ്ടായി. പക്ഷേ ഈ ഭരണഘടന എങ്ങനെ ഇതുവരെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോഡി സർക്കാർ കൈകാര്യം ചെയ്തു എന്നതുകൂടി നിരീക്ഷിച്ച് വേണം എന്ന് എനിക്ക് തോന്നുന്നു ഈ ഭരണഘടന പൊളിച്ചെഴുത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അത് എനിക്ക് തോന്നുന്നു മോഡി അധികാരത്തിൽ വന്നത് തൊട്ടേ അതിന് മുമ്പേ തന്നെ ഈ ഒരു സ്ട്രാറ്റജി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഭരണഘടനയൊക്കെ എന്ന് പറയുന്ന ദിവസവും നമുക്ക് പൊളിച്ചടുക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്നും നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ശരി, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും മറ്റ് ഏത് പാർട്ടിയുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ശരി, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അവിടെ ജാതിയോ മതമോ ഒന്നും തന്നെ പ്രശ്നമല്ല. നമുക്ക് ഇന്ത്യ ഒന്നായി കണ്ടുകൊണ്ട്, ഒരൊറ്റ ജനതയായി കണ്ടുകൊണ്ട്, ഒരു സംസ്കാരമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യം. ഇതിനെയൊക്കെ മാറ്റിമറിക്കാനോ ഒന്നും നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അർഹതയുണ്ടോ അല്ലെങ്കിൽ കഴിവുണ്ടോ? ഭൂരിപക്ഷം കിട്ടിയേക്കാം. പല രാഷ്ട്രീയ കാലാവസ്ഥയുടെ പേരിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കിപ്പോൾ മാറിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. വളരെ കാലം കോൺഗ്രസ് ഭരിച്ചു, അതിനുശേഷം BJP ഭരിച്ചു, വീണ്ടും BJP അധികാരത്തിൽ വന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റുകൾ മാറി വരുമ്പോൾ ഈ ഗവൺമെൻറ്റിലെ പ്രധാനമന്ത്രിക്കായാലും മന്ത്രിമാർക്കായാലും അധികാരം കൊടുക്കുന്ന ജനങ്ങളാണ്.
അപ്പോൾ ഏത് പിന്നെ പ്രധാനമന്ത്രി ഭരിച്ചാലും മന്ത്രിമാർ ഭരിച്ചാലും ശരി, ജനങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ജനങ്ങളാണ് അധികാരം കൊടുക്കുന്നത്. അപ്പം ജനങ്ങളോട് ഉള്ള കമ്മിറ്റ്മെൻറ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും BJP വന്നു, അതുകൊണ്ട് ഭരണഘടന പൊളിച്ച് നമുക്ക് വേറെ രീതിയിലാക്കി കളയാം, അല്ലെങ്കിൽ നാളെ കോൺഗ്രസ് വരുമ്പം അങ്ങോട്ട് മാറ്റിക്കളയാം, അതല്ല പ്രധാനം. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയായിരിക്കണം ഇന്ത്യയുടെ പ്രസിഡന്റ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നമ്മുടെ KR നാരായണനായാലും ശരി, ഡോക്ടർ അബ്ദുൽ കലാം ആയാലും ശരി, ഇവരൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളായിരുന്നു. പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞരും അതേകണക്ക് തന്ത്രജ്ഞരുമൊക്കെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മളെല്ലാവരും ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ BJP അവരുടെ സ്വന്തമായിട്ട് ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നു. അത് മറ്റ് പാർട്ടികളുമായിട്ടൊക്കെ ഈ കാൻഡിഡേറ്റിൻ്റെ പേര് പറയാതെ ആലോചിച്ചു. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പ്രത്യേക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി BJP ഞാൻ തിരികെ എത്താം. ശ്രീ ഹസനുൽ ബന്ന, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച വിഷയത്തിൽ ശ്രീ ശിവൻകുട്ടി താങ്കളെ എതിർത്ത് ചോദിക്കുകയുണ്ടായിരുന്നു. ഭരണഘടന പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും BJPക്ക് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിനുള്ള മറുപടിയിലേക്ക് ശ്രീ ഹസനുൽ ബന്ന. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അജ്ഞതയായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വാജ്പേയിയും KR നാരായണനും തമ്മിൽ നടന്ന ഈ ഒരു സംഭാഷണം ചരിത്ര രേഖകളിലുണ്ട്, അത് പാർലമെൻ്ററി രേഖകളിലുണ്ട്. ഈ ഒരു നീക്കം BJP നടത്തിയതും അതിനെ വളരെ പരസ്യമായി എതിർത്ത് KR നാരായണൻ സംസാരിച്ചതും ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, നാം വായിച്ചതാണ്, ഇനിയും രേഖകളായിട്ട് ഇപ്പോൾ കിടക്കുന്ന, ഇനിയും നമുക്കത് പരിശോധിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കേണ്ട ഈ RSSൻ്റെ അഭിമാനം തോന്നുന്നു, അല്ലെങ്കിൽ ഏതൊരു ആശയക്കാരനും ഏതൊരു പ്രത്യയശാസ്ത്രക്കാരനും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിലും ആദർശത്തിലും ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, അത് അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുകയാണ് RSSൻ്റെ ലക്ഷ്യമെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായില്ല. അപ്പോൾ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി RSS നീങ്ങുമ്പോൾ RSS പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ, RSSൻ്റെ പിന്തുണയുള്ള RSS വളർത്തിയ ഒരു രാഷ്ട്രീയ കക്ഷിയെ, നേരത്തെ ജനസംഘമായിരുന്നാലും ഇപ്പോൾ BJP ആയിരുന്നാലും പിന്നീട് ഒരു കാലത്ത് ജനതാ പാർട്ടിയിൽ ചേർന്നാലും എന്തായാലും ഇത്തരമൊരു രാഷ്ട്രീയത്തെ എന്തിനാണോ ഇന്ത്യയിൽ വളർത്തിയെടുക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു ദിശയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാണ് RSSും BJPയും ശ്രമിക്കുക എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട ഈ പശുവിൻ്റെ കാര്യത്തിലുമൊക്കെ പശുവിൻ്റെ കാര്യമല്ലല്ലോ യഥാർത്ഥത്തിൽ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രശ്നം. അതുപോലെ ഉത്തരവിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് കൂടെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കശാപ്പ് നിരോധനം സംബന്ധിച്ച് കശാപ്പിനായി കാലികളെ കൊണ്ടുവരുന്നത് നിരോധിച്ചാൽ പിന്നെ കശാപ്പ് നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വളഞ്ഞ വഴിക്ക് ഞാൻ ഈ നേരത്തെ ഇവരുടെ സ്ട്രാറ്റജിയുടെ കാര്യം പറഞ്ഞ പോലെ നാം നേർക്കുനേരെ കാണുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇവരുടെ സ്ട്രാറ്റജിയെ നേരിടാൻ ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങൾക്ക് കഴിയുകയില്ല. അത് മറുഭാഗത്ത് കൂടി വായിക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 23 നമ്മുടെ പ്രമുഖനായ എഴുത്തുകാരൻ NS മാധവൻ പോലും സൂചിപ്പിക്കേണ്ടായി. 23 ഒരു വിജ്ഞാപനം വന്നിട്ട് 3-4 ദിവസം കഴിയേണ്ടി വന്നു അത് മാധ്യമങ്ങൾക്ക് പോലും കിട്ടാൻ. അത്രയ്ക്കും സുതാര്യമാണ് ഈ പറയുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയിലെ രീതി. എന്തുകൊണ്ടാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇറക്കിയ ഒരു വിജ്ഞാപനം 3-4 ദിവസം കഴിഞ്ഞ് മാത്രം മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം സംജാതമായത്? ഇത്തരത്തിൽ തങ്ങളുടെ സ്ട്രാറ്റജി വളരെ ഗോപ്യമായും രഹസ്യമായും നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പറ്റിയ ഒരു റബ്ബർ സ്റ്റാമ്പായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന, നമുക്ക് വരാനിരിക്കുന്ന നാളുകൾ അത് തെളിയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. KR നാരായണനും വാജ്പേയിയും നടത്തിയ ഈ ഒരു ഡയലോഗ്, ഭരണഘടന സംബന്ധിച്ച ഡയലോഗ്, അതാണ് ഓർമ്മിപ്പിക്കുന്നതെന്നും ഞാൻ ആവർത്തിക്കുകയാണ്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ് ശ്രീ ശിവൻകുട്ടി. അല്ല, അത് വളരെ നല്ല രസകരമായ ഒരു ചർച്ച തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഹസനുൽ ബിന്ന സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണനും അതുപോലെ തന്നെ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയും ഭരണഘടനാപരമായ വിഷയം സംസാരിച്ച വിഷയങ്ങൾ അദ്ദേഹം പറയട്ടെ.
അദ്ദേഹം രേഖകൾ സഹിതം സംസാരിക്കട്ടെ. അല്ലാണ്ട് അവർ തമ്മിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിക്കാൻ അല്ലല്ലോ വേണ്ടത്. ഇന്ത്യയുടെ അതിശക്തനായ ഭരണാധികാരിയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. ശ്രീ അടൽ ബിഹാരി വാജ്പേയി എന്ത് ഭരണഘടനയാണ് പൊളിച്ചെഴുതാൻ പോയത്? അത് ചരിത്രം വളച്ചൊടിക്കരുത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നല്ല, എനിക്ക് ചരിത്രം അറിയില്ല എന്നല്ല അദ്ദേഹം ചർച്ചയിൽ പറയേണ്ടത്. എനിക്ക് തിരിച്ച് മറുപടി പറയാം, അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല എന്ന്. അങ്ങനെയല്ല ഒരു ചർച്ച നടക്കേണ്ടത്. ചർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള മറുപടി പറയുകയാണ് വേണ്ടത്. അതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ദീർഘമായ ചർച്ചയിലേക്ക് അദ്ദേഹം തുടങ്ങിവിട്ടാൽ അദ്ദേഹം അത് ചർച്ച പൂർത്തിയാക്കണം. അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹം ചെയ്യണം. അല്ലാണ്ട് എനിക്ക് ചരിത്രം അറിയില്ല എന്നല്ല അദ്ദേഹം ചർച്ചയിൽ അവകാശപ്പെടേണ്ടത്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ ഒരു മുഖവിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ത്യൻ രാഷ്ട്രപതി എന്നുള്ളത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അതിന് ഉപയുക്തമായ, അതിന് പ്രയോജനകരമായ, ഏറ്റവും ശക്തനായ, അതിസമർത്ഥനായ ഒരു വ്യക്തിയെയാണ് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തെ ജനങ്ങളുടെ മുമ്പ് സമർപ്പിച്ചത്. ഞാൻ തിരികെ എത്താം. ശ്രീ ഹസനുൽ ബന്ന, പെട്ടെന്ന് മറുപടിയിലേക്ക്, സമയമില്ല, പെട്ടെന്ന്. ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്ന ഇത്തരമൊരു ചർച്ച നാരായണൻ പ്രസിഡന്റായ കാലത്ത് നടന്നിട്ടില്ല എന്നാണെങ്കിൽ അത് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അത് തെളിയിക്കണമെങ്കിൽ എനിക്ക് ഇത് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ കാണിക്കാൻ കഴിയും. അതിനുള്ള സാവകാശം ലഭിക്കണമെന്നേ ഉള്ളൂ. ഈ രേഖകൾ ഉള്ളതാണ്. ഈ രാഷ്ട്രപതി അന്ന് നടത്തിയ പ്രസംഗം എൻ്റെ കൈവശമുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീ സത്യനാരായൺ സാഹു, അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. KR നാരായണന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണം വളരെ വ്യക്തമായിട്ടുണ്ട്. അത് ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കണ്ട. ബാബു, ഇപ്പോഴത്തെ ഒരു നമ്മൾ ഈ സ്ട്രാറ്റജിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ശ്രീ ശിവൻകുട്ടിയും പറയുന്നുണ്ട് RSSനുമുണ്ട് സ്ട്രാറ്റജി എന്ന്. ആ ഒരു സ്ട്രാറ്റജി ഈ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിലൂടെ ആ ഒരു സ്ട്രാറ്റജി എത്രത്തോളം വർക്കൗട്ട് ആകും? അല്ല, RSSന്റെ സ്ട്രാറ്റജി കൃത്യമായി വർക്ക് ചെയ്തിരിക്കുന്നു. ഒരു RSSകാരനെ തന്നെ രാഷ്ട്രപതി ഭവനിൽ കൊണ്ടുവരുന്നു. സാധാരണഗതിയിൽ രാഷ്ട്രപതി ഭവനിൽ വലിയ കോൺട്രാവേഴ്സി ഇല്ലാത്ത ഒരാളെ കൊണ്ടുവരാനാണ് ഭരണകക്ഷി പോലും ശ്രമിക്കുന്നത്. നമുക്കറിയാം APJ അബ്ദുൽ കലാം എങ്ങനെയാണ് വരുന്നത്. സാധാരണഗതി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. പക്ഷേ ആ നിലയ്ക്ക്, ആ പ്രത്യേക പദവിക്ക്, ആ നിലക്കുള്ള ഒരു വലിയ ജനകീയ സ്വഭാവം നൽകാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുമില്ല. എങ്കിൽ പോലും പൊതുവിൽ ഇന്ത്യൻ പ്രസിഡന്റ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഇതുവരെ ചരിത്രത്തിലുണ്ടായിരിക്കുന്ന പാരാമീറ്റേഴ്സ് അതിനെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് മോദി കൊണ്ടുവരുന്നത്. അതാകട്ടെ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ RSSന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒരു RSSകാരനെ പിന്നെ രാഷ്ട്രപതി ഭവനിൽ വെക്കാൻ പോകും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വാർത്ഥ താല്പര്യമുണ്ടെന്ന് ബാസുരേന്ദ്ര ബാബു സാറിനെ പോലെയുള്ള സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കുചേരാൻ സംസാരിച്ച ശ്രീ ബാസുരേന്ദ്ര ബാബു, ശ്രീ ഹസനുൽ ബന്ന, പ്രൊഫസർ ഗോപിനാഥ്, ശ്രീ ശിവൻകുട്ടി സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്.